ആശാ വർക്കർമാരുടെ സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പറയുന്നത്. നമുക്കറിയാം, കേരളത്തിൻ്റെ ആരോഗ്യ സംവിധാനത്തിൻ്റെ അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന, വീട് വീടാന്തരം സഞ്ചരിച്ച് രോഗികളുടെ വിവരങ്ങളൊക്കെ ശേഖരിക്കുന്ന, അവർക്ക് കൃത്യമായ രീതിയിൽ ബോധവൽക്കരണം നടത്തുന്ന, അങ്ങനെ വളരെ പ്രയാസമേറിയ പ്രവൃത്തികൾ ചെയ്യുന്ന, ജോലികൾ ചെയ്യുന്നവരാണ് ആശാ വർക്കർമാരെന്ന് പറയുന്നത്. ഇവർക്ക് കുറേ നാളായിട്ട് വേതനം ലഭിക്കുന്നില്ല. കിട്ടുന്ന വേതനമാണെങ്കിൽ വളരെ ചുരുങ്ങിയതും. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് അവർ സമരം നടത്തുന്നത്. ഇതിൽ എന്ത് രാഷ്ട്രീയ പ്രേരിതമാണുള്ളത്? അവരുടെ ജീവൽ പ്രശ്നമല്ലേ അവർ പറയുന്നത്? അതിൽ ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് കക്ഷി രാഷ്ട്രീയമല്ല. അവരുടെ ജീവിതത്തെ നിലനിർത്തുന്നതിന്, ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയമാണ്. അതാണ് ഇടതുപക്ഷ രാഷ്ട്രീയം. അങ്ങനെ ആ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഊർജ്ജസ്വലതയിലാണ് യഥാർത്ഥത്തിൽ അവർ സർക്കാരിനെതിരെ സമരത്തിന് വന്നിരിക്കും. ഇപ്പോൾ സർക്കാർ ഇടതുപക്ഷമാണ് എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിരിക്കുന്ന സർക്കാർ മാത്രമാണ്. അതിനപ്പുറത്ത് അതിന് ഇടതുപക്ഷ കാഴ്ചപ്പാടുകൾ പലപ്പോഴും ഇല്ല എന്നാണ് നമ്മൾ കുറേ നാളുകളുടെ സമരങ്ങളെ അവരെങ്ങനെയാണ് അഭിമുഖീകരിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നൊരു കാര്യം. കാരണം കേരളത്തിൽ ഒട്ടനവധി സമരങ്ങൾ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിൻ്റെ 2 ടേമിലുമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ആ സമരങ്ങളൊക്കെ നിഷേധാത്മകമായിട്ടുള്ള നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. സർക്കാർ ഒരു അധികാരി, ആ അധികാരി എങ്ങനെയാണ് അധികാരിയുടെ മുമ്പിൽ നിൽക്കുന്നതായിട്ടുള്ള ജീവനക്കാരോട് പെരുമാറുന്നത്, അതേപോലത്തെ ഒരു അധികാരിയുടെ ഫ്യൂഡൽ ലോഡിൻ്റെ രീതിയിൽ പെരുമാറുകയും പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ബാലഗോപാൽ എന്ന് പറഞ്ഞാൽ ആധുനിക കാലത്തെ ഫ്യൂഡൽ മാടമ്പി മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു കാരണവശാലും അയാൾ ഈ ആശാ വർക്കർമാരുടെ സമരം അത് ചിലപ്പോൾ ചെയ്യുന്നത് പ്രതിപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിലായിരിക്കാം. പക്ഷേ എന്തിനാ ഒരു സമരം ചെയ്തതെന്ന് ഇയാളെ അന്വേഷിക്കണ്ടേ? അതിലെന്ത് രാഷ്ട്രീയമുള്ളത്? അതിലവരുടെ ജീവരാഷ്ട്രീയമാണുള്ളത്. അവർക്ക് ജീവിക്കാൻ വേണ്ടി ഒരു സമരം ചെയ്യുന്നു. 7,000 രൂപയാണ് അവർക്ക് കിട്ടുന്നത്. 5,000 രൂപ എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരും കൊടുക്കുന്നു, 2,000 രൂപ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റും നൽകുന്നു. ഇത് പക്ഷേ കുറച്ച് മാസങ്ങളായിട്ട് അവർക്ക് കൊടുത്തിട്ടില്ല. ഈ ബാലഗോപാൽ എന്ന് പറയുന്നതായിട്ടുള്ള മന്ത്രിക്ക് ഒരു മാസം പണം കൊടുത്തില്ലെങ്കിൽ എന്തായിരിക്കും അയാളോട് കിടന്ന് കാണിക്കുക? അയാൾക്ക് ശമ്പളം കൊടുക്കുന്നത് സർക്കാരിൻ്റെ ശമ്പളം തന്നെയാണല്ലോ ഈ മാന്യനും പറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇയാൾക്ക് എന്തായിരിക്കും പ്രശ്നം ഉണ്ടാകാൻ തോന്നുന്നത്? വലിയ പ്രശ്നം ഉണ്ടാകും. നമുക്ക് പ്രശ്നം ഉണ്ടാവില്ലേ? നമ്മൾ ജോലി എടുത്തിട്ട് അടുത്ത മാസം ശമ്പളം കിട്ടിയില്ലെങ്കിൽ നമ്മൾ പ്രശ്നം ഉണ്ടാക്കും. ഏതൊരു മനുഷ്യൻ പ്രശ്നം ഉണ്ടാക്കണം. ആ പ്രശ്നങ്ങളെ പ്രശ്നങ്ങളായിട്ട് കാണാനായിട്ട് കഴിയാതിരിക്കുന്നതാണ് ബാലഗോപാൽ എന്ന് പറയുന്നതായിട്ടുള്ള ഫ്യൂഡൽ മാടമ്പിയുടെ പ്രശ്നം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇയാൾ നേരത്തെ SFIക്കാരനായും അതുപോലെ DYFIക്കാരനായിട്ടും കമ്മ്യൂണിസ്റ്റുകാരനായിട്ടൊക്കെ നടന്ന സമയത്ത് ഇയാളുടെ പണി ഇതായിരുന്നു. ഇങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള മനുഷ്യരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം നടത്താൻ അതിൻ്റെ നായകത്വം ഏറ്റെടുത്ത് നടന്നിരുന്ന ഒരു മനുഷ്യനാണ്. ഈ നായകൻ കയറി മന്ത്രിയായി കഴിഞ്ഞപ്പോൾ ഇതെല്ലാം മറക്കുക, അട്ടിക്കാൻ ആളുകൾ തന്നെയാണ്. ഈ ഒരു ഇത്തരം നിലപാടുകളിലൂടെ ഈ പാർട്ടി തന്നെ മുമ്പോട്ട് വയ്ക്കുന്നത് എത്രയെത്ര സഖാക്കന്മാരെയാണ് ഞങ്ങൾ പറ്റിച്ചത് എന്നല്ലേ? സമരത്തിന്റെ വലിയ പാരമ്പര്യമൊക്കെ ഊന്നിക്കൊണ്ടാണ് അധികാരത്തിൽ വന്നതെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. ഇപ്പോൾ യാക്കോബായ സഭയുടെ മുൻ മെത്രാപ്പൊലിത്തയായിട്ടുള്ള ഗീവർഗീസ് മാർ കൂറിയലോസ് അദ്ദേഹം പറയുന്നത്, മനുഷ്യനാകണം എന്ന് പാടിയാൽ മാത്രം പോലെ അത് നയത്തിലും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സർക്കാരിന് സാധിക്കണം എന്നാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. മാർക്ക് വിലീസിനെ ശരിക്കും ഇവർ ചീത്ത വിളിക്കും. ഇയാൾ BJPക്കാരനായെന്നോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരനായെന്നോ എന്ന് പറയും. കുര്യലോസ് തിരുമേനി പല കാര്യങ്ങളിലും ഇത്തരത്തിൽ ഇടപെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. നേരത്തെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ്? ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വലത്തോട്ട് സഞ്ചരിച്ചാൽ അപകടം ഉണ്ടാകും. ഇടതുപക്ഷ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ അങ്ങനെയാണ് എന്നാണ് അദ്ദേഹം അന്ന് വിലയിരുത്തി. ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയത്തിനനുസരിച്ചിട്ട് ബാലഗോപാലിന് പ്രവർത്തിക്കാനായിട്ട് കഴിയുന്നതാണ് ബാലഗോപാൽ വീട്ടിൽ പോയിരുന്ന് ആലോചിക്കേണ്ടത്. ഞാൻ ഇടതുപക്ഷ സർക്കാരിൻ്റെ ധനമന്ത്രിയാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇടതുപക്ഷങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഇടതുപക്ഷം ആഗ്രഹിക്കുന്നതായിട്ടുള്ള രാഷ്ട്രീയത്തിനനുസരിച്ച് പ്രവർത്തിക്കണം. അങ്ങനെ പ്രവർത്തിക്കണമെങ്കിൽ ഈ ആശാ വർക്കർമാർക്ക്, അതേപോലെ നേരത്തെ ഈ കുടുംബശ്രീ അംഗങ്ങൾക്കും ക്ഷേമ പെൻഷൻ കിട്ടിയിരുന്ന ആളുകൾക്കൊക്കെ ഈ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവർ പിച്ചച്ചട്ടിയൊക്കെ ആയിട്ട് വഴിയിൽ സമരത്തിന് ഇറങ്ങിയിരുന്നതൊക്കെ നമ്മൾ കണ്ടൊരു കാര്യമാണ്. അത് ശരിയായിരുന്നു എന്ന് തെളിയിച്ച തെരഞ്ഞെടുപ്പിന് ശേഷമാണ് അവർക്കൊക്കെ പൈസ കൊടുത്ത് തീർത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഇതും ശരിയാണെന്ന് തെളിയിക്കണമെങ്കിൽ ഇനി അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരണോ എന്നാണ് കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്നത്. തെരഞ്ഞെടുപ്പിലൂടെ നിൻ്റെ തലക്കടിച്ചാൽ മാത്രമാണ് നിനക്ക് ശരിയായിട്ടുള്ള രീതിയിൽ തിരുത്താൻ പറ്റുകയുള്ളൂ എന്ന ചോദ്യം ജനങ്ങൾ മുന്നോട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ഇവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നതാണ് ഏറ്റവും പാർശ്വവൽക്കൃതരായിട്ടുള്ള ആളുകൾ, ഏറ്റവും അധസ്ഥിതരായിട്ടുള്ള ആളുകൾ, ശബ്ദമില്ലാത്ത ആളുകൾ,
അവരുടെയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇത് ഗവൺമെൻറ് കൊടുക്കേണ്ടതായിട്ടുള്ള പണമാണ്, ഗവൺമെൻറ് കൊടുത്തേ പറ്റൂ. ആ ഗവൺമെൻറ് കുടിശ്ശിക വരുത്തി കഴിഞ്ഞാൽ അവർ സമരം ചെയ്യണ്ടേ? പിന്നെ എന്താ ചെയ്യേണ്ടത്? ചാകണം അവർ സമരം ചെയ്യണം. അവർ സമരം ചെയ്തിട്ടാണല്ലോ ഇപ്പോൾ രണ്ട് മാസത്തെ കുടിശ്ശിക തീർത്ത് കളയാം എന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2 മാസത്തെ കുടിശ്ശിക തീർക്കേണ്ട, അവരുടെ മുഴുവൻ പണം കൊടുത്ത് തീർക്കണം. അപ്പോൾ മാത്രമാണ് ഒരു ഗവൺമെൻറ്റിന് ആ ഗവൺമെൻറ്റിൻ്റെ ആയിട്ടുള്ള ഉത്തരവാദിത്വം പൂർത്തീകരിച്ചെന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. മനുഷ്യനാകണം എന്ന് പറയുന്നത് സാക്ഷാത്കരിക്കുന്ന മനുഷ്യനെ പോലെ പ്രവർത്തിച്ചുകൊണ്ടാണ്. ഉയർച്ച താഴ്ചകൾക്ക് അതീതമായ സ്നേഹമേ, അതാണ് മാർക്സിസം എന്നൊക്കെയാണല്ലോ ഈ മുരുകൻ കാട്ടാക്കടയുടെ. അല്ല, മുരുകൻ കാട്ടാക്കട അങ്ങനെ എന്താണ് അദ്ദേഹത്തിൻ്റെ ആത്മാവിൽ കൊണ്ട് പാടിയ പാട്ടുകളായിരിക്കും അത്. ആ പാട്ടുകൾ സാക്ഷാത്കരിക്കാൻ പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള സ്ഥാപനം അല്ലെങ്കിൽ അതിൻ്റെ സംവിധാനം അങ്ങനെ പ്രവർത്തിക്കണ്ടേ? പ്രവർത്തിക്കാതെ എന്തെന്ന് ഇയാളെ കാണിച്ചാണ്. പുരോഹിതർക്കിടയിലും വിവരദോഷികളുണ്ട് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കോവിഡ് കാരണമാണ് വീണ്ടും അധികാരത്തിൽ വന്നത് എന്നുള്ളൊരു പ്രതികരണം നടത്തിയതിന് നൽകിയ ഒരു വിമർശനമായിട്ടാണ് അദ്ദേഹം അക്കാര്യം. എന്നും കോവിഡ് ഉണ്ടാവില്ല നിങ്ങളെ അധികാരത്തിൽ കൊണ്ടുവരാൻ എന്നാണ് കോർലസ് തിരുമേനി അന്ന് പറഞ്ഞതെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അത് ശരിയുമാണ്. കാരണം അന്ന് വളരെ നല്ല രീതിയിൽ അതിനെ അഭിസംബോധന ചെയ്യാൻ കഴിഞ്ഞതിൻ്റെ അംഗീകാരം കൂടിയായിട്ടാണ് അവർക്ക് അധികാരത്തിലെത്താനായിട്ട് കഴിഞ്ഞത്. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് 2ാം ഊഴം തുടങ്ങിയതിന് ശേഷം നിരന്തരമായിട്ട് ആളുകളുമായിട്ട് ഗുസ്തി പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ്. അതുകൊണ്ടാണ് ഈ മൂഡ് ഓഫ് ദ നേഷൻ എന്ന് പറയുന്ന ഇന്ത്യ ടുഡേയുടെ സർവേയിൽ ഇവർ അമ്പയെ പരാജയപ്പെട്ട് തകർന്നു പോകും എന്ന് നിലക്ക് സർവേ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇവർക്ക് പാഠമാണ്. പഠിച്ചാൽ കൊള്ളാം. നാളെ നിനക്ക് വീണ്ടും എന്താണ് ഈ ധനമന്ത്രിയായിട്ട് തുടരാം ബാലഗോപാലെ എന്നേ നമുക്ക് പറയാനുള്ളൂ. സംസ്ഥാന സർക്കാരിനെ പോലെ തന്നെ ഇവിടെ കുറ്റക്കാർ തന്നെയല്ലേ കേന്ദ്ര സർക്കാരും? കാരണം നാഷണൽ ഹെൽത്ത് മിഷന് വേണ്ടിയുള്ള കേന്ദ്ര ഫണ്ട് വൈകുന്നതാണ് വേതനം മുടങ്ങാനുള്ള പ്രധാന കാരണമെന്ന് ഈ ആശാ വർക്കർമാർ പോലും പറയുന്നുണ്ട്. ശരിയാണ്. കേന്ദ്ര ഗവൺമെൻറ്റും അതേപോലെ തന്നെ കേരള ഗവൺമെൻറ്റും എന്ന് പറഞ്ഞാൽ 2 ഗവൺമെൻറ്റുകൾ, 2 അധികാരികൾ. ഇവിടെ ചിലപ്പോൾ BJP കയറിയിരിക്കും, ചിലപ്പോൾ കോൺഗ്രസ് കയറിയിരിക്കും, ചിലപ്പോൾ CPM കയറിയിരിക്കും. ആര് കയറിയിരുന്നാലും ഇവൻ്റെയൊക്കെ മുഖം ഒന്ന് തന്നെയാണ്, അധികാരിയുടെ മുഖം. അധികാരി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എപ്പോഴും ഒരു ഫ്യൂഡൽ മാടമ്പിയെ പോലെ തന്നെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇതെൻ്റെ പണമാണ്, ഞാൻ നിങ്ങൾക്ക് തരും, നിങ്ങൾ ദാനം പോലെ സ്വീകരിച്ചോളൂ എന്നാണ് ഇവർ ആളുകളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ കോൺഗ്രസ് എന്ന് പറയുന്നതോ BJP എന്ന് പറയുന്നതോ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് എന്ന് പറയുന്നതിന് ഒരു അർത്ഥമില്ല. ഇവരെല്ലാം ഒന്ന് തന്നെയാണ്, ഒറ്റ കക്ഷി തന്നെയാണ്. പല പേരിൽ നമ്മുടെ മുന്നിൽ അവതരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് സംഭവം. അതുകൊണ്ടാണ് കേന്ദ്രവും പണം കൊടുക്കാത്തത്. ഇവരും കൊടുക്കൂല, കേന്ദ്രവും കൊടുക്കൂല. പക്ഷേ നമ്മൾ ഈ ആശാ വർക്കർമാരുടെ കോവിഡ് കാലത്തൊക്കെ എത്രമാത്രം സഹായകരമായിരുന്നു. കോവിഡ് കാലത്താണ് യഥാർത്ഥത്തിൽ ഈ പേര് തന്നെ വലിയ രീതിയിൽ ആളുകൾക്കിടയിൽ പ്രചരിപ്പിച്ചത്. വലിയ അംഗീകാരങ്ങളൊക്കെ അവരെ തേടിയെത്തി. അല്ല, ആ സമയത്ത് ഓരോ വീട്ടിൽ ചെല്ലുകയും ആ വീട്ടിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്തത് ഈ ആശാ വർക്കർമാരായിരുന്നു. അന്ന് അതേപോലെ തന്നെ സമൂഹത്തിലെ വളണ്ടിയേഴ്സ്, DYFI, അങ്ങനെ യൂത്ത് കോൺഗ്രസ്, എല്ലാ കക്ഷികളും, BJPയുടെ എന്താണ് സേവാഭാരതി, അങ്ങനെ പല ആളുകളും, സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ആളുകളും അതിൻ്റെ ഒപ്പം നിന്നിരുന്നു. പക്ഷേ ഓരോ കുടുംബത്തോടും ഇപ്പോഴും അപ്പോഴും എന്നും മുട്ടി നിൽക്കുന്ന ആശാ വർക്കർമാരാണ്, പ്രത്യേകിച്ച് ഏറ്റവും അധസ്ഥിതരായിട്ടുള്ള ആളുകൾ. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇതൊരു യഥാർത്ഥ രാഷ്ട്രീയ വിഷയമാണ്. ഇത്തരം വിഷയങ്ങൾ യഥാർത്ഥത്തിൽ വലിയ ഗൗരവമായ രീതിയിൽ ചർച്ചയാവാതെ പോവുകയും മറ്റു പല വിഷയങ്ങളുമൊക്കെ ഗൗരവമായിട്ട് ആളുകൾ തന്നെ സ്വീകരിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് മാറി തിരികുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏതാണ്ട് 6-7 കുറച്ച് ദിവസങ്ങളായി അവർ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്യുന്നത്. ഇനി അതിൻ്റെ 10ാം ദിവസം വലിയ ഒരു സമരത്തിലേക്ക്, മഹാസംഗമത്തിലേക്ക് ആശാവർക്കർമാരെ കൂട്ടിക്കൊണ്ട് നയിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ യഥാർത്ഥത്തിൽ രൂപപ്പെടുന്നുണ്ടോ? യഥാർത്ഥ രാഷ്ട്രീയ വിഷയങ്ങൾ സമൂഹത്തിൻ്റെ മനസാക്ഷിയിൽ നിന്ന് ഗൗരവത്തോടുകൂടി കാണപ്പെടാതെ പോകും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നതിൻ്റെ സ്വഭാവം മാറിയിട്ടുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനം മുൻകാലങ്ങളിൽ നിരന്തരമായിട്ട് മണ്ണിലായിരുന്നു നടന്നിരുന്നത്. മനുഷ്യരുടെ പ്രശ്നങ്ങൾ, മനുഷ്യരുടെ ദുരിതങ്ങൾ, ഇതിനുള്ള പരിഹാരമായിട്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം നടന്നിരുന്നത്. അപ്പോൾ മണ്ണിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മണ്ണിലുള്ള മനുഷ്യരുടെ പ്രശ്നങ്ങൾ അക്കാലത്ത് സജീവമായി ചർച്ച ചെയ്യപ്പെടുകയാണ്. അതാണ് എല്ലായിടത്തും നിറഞ്ഞു നിന്നിരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇപ്പോൾ അതിന് പകരം രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ടെലിവിഷനകത്ത് കയറിയിരുന്നുള്ള വർത്തമാനമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? സാധാരണക്കാരായിട്ടുള്ള ഈ മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് വലിയ വാർത്താ പ്രാധാന്യം കിട്ടില്ല. അത് ഇതിനേക്കാൾ കൂടുതൽ വാർത്താ പ്രാധാന്യം കിട്ടുന്നത് ശശി തരൂരിനാണ്. കാരണം അങ്ങേര് നടത്തിയ വിവാദ പ്രസ്താവനയ്ക്കാണ് പ്രസക്തി. ഒരു മനുഷ്യൻ്റെയും ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നമല്ല. പക്ഷേ ആശാവർക്കർമാരുടെ പ്രശ്നം എന്ന് വെച്ചാൽ കേരളത്തിൽ ഏതാണ്ട്
26,000-ലധികം വരുന്നതായിട്ടുള്ള കുടുംബങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ്. ആ പ്രശ്നം ചർച്ച ചെയ്യാനായിട്ട് മാധ്യമങ്ങൾ സ്പേസ് നൽകുന്നില്ല, പത്രങ്ങളിൽ കാര്യമായിട്ട് വരുന്നില്ല, ടെലിവിഷനിൽ വരുന്നില്ല. അതുപോലെ തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇതൊക്കെ വളരെ കുറച്ച് മാത്രം ചർച്ച ചെയ്യുന്നുള്ളൂ. സാമൂഹ്യ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാൻ കാരണം അത് കാണാൻ ആളില്ല. ആ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ആൾക്കൂട്ടം ഉണ്ടാകില്ല എന്നുള്ളതാണ്. അതിന് പകരമായിട്ട് വളരെ കത്തുന്ന തരത്തിലുള്ള വർഗീയതയൊക്കെ പുലർത്തുന്ന ഏതെങ്കിലുമൊക്കെ ഒരു തലവാചകം വെച്ചൊരു വാർത്ത കിട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാണാൻ എത്രയോ ആളുകളാണ് അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ്റെ മനസ്സിനെ, കേരളത്തിലെ മനുഷ്യരുടെ മനസ്സിനെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അന്യമായി കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ, മറ്റേ രാഷ്ട്രീയ അത് മനുഷ്യ പ്രശ്നങ്ങൾ അന്യമായി കഴിഞ്ഞിരിക്കുന്നു. അവനെ ആഘോഷിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്നതായിട്ടുള്ള വിഷയങ്ങളാണ് താല്പര്യം. അതുകൊണ്ട് അവിടെയാണ് ഓഡിയൻസ്, പ്രേക്ഷകർ, അതുകൊണ്ട് ഈ മാധ്യമങ്ങളടക്കം എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ ആഘോഷിക്കാൻ പറ്റുന്നതായിട്ടുള്ള വിഷയങ്ങളുടെ കൂട്ടത്തിൽ മാത്രമായിരിക്കും. ഇപ്പം അദാനിയുടെ അംബാനിയുടെ മകൻ്റെ കല്യാണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ എല്ലാ മാധ്യമങ്ങളും അതിൻ്റെ പിന്നാലെ പോകും. ആ ലക്ഷക്കണക്കിന് ഓഡിയൻസാണ് അത് കാണാനായിട്ടുള്ളത്. എന്തൊരു ലോകമാണ് നമുക്ക് ഈ ലോകത്തെ കുറിച്ച് പരിതപിക്കാം എന്ന് മാത്രമാണ്. കേഴുക പ്രിയ നാട് എന്നൊക്കെ പറഞ്ഞ്, ക്രൈം ദ ബിലൗഡ് കൺട്രി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ നോവലുകളെ കുറേ കാലങ്ങൾക്കുണ്ടായില്ല ആഫ്രിക്കയിൽ അവരുടെ ജീവിതത്തെക്കുറിച്ച്. അതുപോലെ നമ്മുടെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് യാഥാർത്ഥ്യം.